ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ തീർത്ത സന്തോഷത്തിൽ വേദയുടെ ആങ്ങളെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ്, അതായത് കൂട്ടുകാരൻ സാറ് വിളിച്ചിട്ട് പറയുന്നത് വിക്രം കല്യാണ സ്ഥലത്തുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. പിള്ളേർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വിക്രത്തിനെ ഇവിടെ കണ്ടില്ല, വിക്രം തീർന്നോ ഇല്ലയോ എന്ന് അറിയില്ല, ഒന്നുകൂടെ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. ഈ സമയത്ത് ഞെട്ടലോടിരിക്കുകയാണ് ചേട്ടൻ. ഇത് കഴിഞ്ഞ് പിന്നെ രാധ ഹോസ്പിറ്റലിൽ വിക്രത്തിനെ കൊണ്ടാക്കി അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം രാധയോട് ചോദിച്ചു. അപ്പോൾ വിക്രമേട്ടൻ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞാൽ രാധ ഇങ്ങനെ നിൽക്കുക, ആ മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെ ഇതുണ്ടായതെന്ന് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ, എല്ലാം സംഭവിച്ചു പോയില്ലേ, ആൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് സമാധാനിക്കാമെന്നൊക്കെ രാധ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ രാധ നീ ഇങ്ങനെ, എങ്ങനെ നീ എന്താ ജാൻവി ഇങ്ങനെ പറയുന്നേ, അപ്പം നീ എന്തൊരു താല്പര്യമില്ലാത്ത മട്ടില്ല, അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് രാധ അന്നേരം ചോദിച്ചു. ആരാ ഇതിൻ്റെ പിന്നിലൊന്ന് കണ്ടുപിടിക്കാൻ നടക്കണോ, പിന്നെ അതറിഞ്ഞാലേ വിക്രം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതിൻ്റെ പിന്നാലെ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ ഉള്ളൂ എന്നല്ലാതെ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പിന്നെ എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് നമുക്കും അറിയില്ല, വിക്രമനും അറിയില്ല. അപ്പം പിന്നെ ആക്സിഡൻ്റ് ആണെന്ന് പറയാമല്ലോ, അത്രേ ഉള്ളൂ, അതാണ് ബുദ്ധി. അതങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ വിക്രമേട്ടൻ്റെ വീട്ടിലിത് അറിയിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. എന്തിനാണെന്നോ, അവരറിയിക്കാതെ പിന്നെ ഇപ്പം അറിയിച്ചാലേ എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വരും, ഈ ഒരു അവസ്ഥയിൽ എടുത്തുകൊണ്ട് പോയി നാളെ ആ താലികെട്ടൽ ചടങ്ങ് നടത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് പിന്നെ അവർ രണ്ട് വീട്ടുകാരും കൂടെ പ്ലാൻ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പം ആര് പ്ലാൻ ചെയ്താലും അത് നടക്കണ്ട, അത്ര തന്നെ എന്ന് പറഞ്ഞ് രാധ അങ്ങ് പോകുക. എടി നീ ഇത് എന്ത് ഭാവിച്ച രാധ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ വിക്രമനെ ഒളിപ്പിക്കാൻ പോവാണോ നീ ഇവിടെ, ആരും ആരെയും ഇവിടെ ഒളിപ്പിക്കുന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. ഇവിടെ വയ്യാതെ കിടക്കുന്ന വിക്രമേ തൽക്കാലം ഇവിടെ തന്നെ കിടക്കുന്നുള്ളൂ, നാളെ കൂടെ ഇവിടെ കിടത്താനുള്ള വഴിയുണ്ടോന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാധ കളിക്കുവാട്ടോ ഇടയ്ക്ക് നിന്ന്. എന്തായാലും ആ ചടങ്ങ് കഴിഞ്ഞിട്ടേ വിക്രമേട്ടൻ വീട്ടിലോട്ട് മടങ്ങുന്നുള്ളൂ എന്ന് പറയുമ്പോൾ രാധ വെറുതെ മണ്ടത്തരം കാണിക്കരുതെന്ന് കൂട്ടുകാർ പറയാം. ഇത്രയും കാലമാണ് രാധ മണ്ടത്തരം കാണിച്ചത്, ഇനി ബുദ്ധിയുള്ള എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യട്ടെ. നീയായിട്ടൊന്നും അറിഞ്ഞിട്ടുമില്ല, ആരോടൊന്നും പറയാനും പോയേക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ രാധ അതിനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുക. ഈ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, ഇത് നടക്കാതിരുന്നാൽ എന്ത് ചെയ്യണമെന്ന് രാധയ്ക്ക് അറിയാമെന്ന് പറയുമ്പോൾ എൻ്റെ രാധ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, തൽക്കാലം നീ ഒന്നും കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പേടിപ്പിച്ച് രാധ അവിടെ നിന്ന് വീണ്ടും പോയി. അത് കഴിഞ്ഞ് പിന്നെ വിക്രം ഇങ്ങനെ അവിടെ കിടക്കുന്നു, നേഴ്സ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴേക്കും രാധ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് വന്നു. അപ്പോഴേക്കും പേഷ്യൻറ്റിനെ അധികം സംസാരിപ്പിക്കരുത്, അധികം സ്ട്രെയിൻ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നേഴ്സ് രാധയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാം. ശരി സിസ്റ്റർ, ഓക്കെ എന്നും പറഞ്ഞ് രാധ ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് രാധ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ വിക്രമനാണെങ്കിലും നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കാം. എന്താ വിക്രമേട്ടനെ ആലോചിക്കുന്നേ എന്ന് രാധ ചോദിച്ചു. അപ്പം നീയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പം ഇന്നലെ ശരിക്കും എന്താ പറ്റിയത് എന്ന് രാധ വിക്രമനോട് ചോദിച്ചു. വിക്രം ഇന്നലെ തലയൊക്കെ തൂത്തോണ്ട് ഇങ്ങനെ ഒരു വേദന കൊണ്ട് ഡോക്ടറെ പോലീസിൽ പരാതിപ്പെടണമെന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇതെൻ്റെ കണക്കിലുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ വിക്രമൻ ഉദ്ദേശിക്കുന്നതെന്ന് രാധ ചോദിക്കാം. പറ വിക്രമേട്ട, ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രമൻ ഇങ്ങനെ തലയും തിരുമ്മി കിടക്കുക. എന്നിട്ട് വയ്യാതെ കിടക്കുന്ന വിക്രമൻ്റെ മുന്നിലേക്ക് ഇവന്മാർ വന്നത് നമ്മുടെ വിക്രം ആലോചിക്കുവാണ്. അപ്പോൾ വിക്രമൻ ഒന്നും പറഞ്ഞില്ല. ആരാ ഇത് ചെയ്തത് വിക്രമേട്ട, ആരാ എന്ന് ചോദിച്ചിങ്ങനെ നമ്മുടെ രാധ വീണ്ടും ചോദിക്കുമ്പോൾ അറിയില്ല, നല്ല ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ വിക്രമൻ ഇങ്ങനെ പറയാം. എന്തായാലും കൂടുതലൊന്നും ഇതിനെപ്പറ്റി ആലോചിക്കാൻ നിൽക്കേണ്ട, സ്ട്രെയിൻ കൂടരുതെന്നേ പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണ് എന്നല്ലേ ചോദിച്ചു. അപ്പം നീ ഇങ്ങനെ എന്നെ കണ്ടതെന്ന് വിക്രമൻ രാധയോട് ചോദിക്കുമ്പം വിക്രമേട്ടന് ഒരു പ്രശ്നം വന്നപ്പോഴേ ആരാ കൂടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ എന്ന് രാധ അന്നേരം ചോദിക്കാം. അത് മതി എന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരത്തിൽ കയറി ഗോളടിക്കാൻ രാധ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് കുറച്ച് നേരെ കണ്ണടച്ച് കിടന്നാൽ മതി, എല്ലാം ശരിയായിക്കോളൂ എന്ന് രാധ വിക്രമനോട് പറഞ്ഞു. വീട്ടിൽ അറിയിച്ചോന്ന് ചോദിച്ചപ്പം ഇല്ല, ഞാൻ പോയി അറിയിച്ചോളാം എന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അമ്മ വെറുതെ പേടിക്കുമെന്ന് വിക്രം പറയുമ്പം അതാ ഞാനും ഒന്നും പറയാത്തതെന്ന് രാധ. ആ സമയത്ത് പതുക്കെ വിക്രം ഏക്കാൻ തുടങ്ങുമ്പം അയ്യോ എന്താ എൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചു. ആ സമയത്ത് രാധ അത് പിന്നെ എൻ്റെ കയ്യിലില്ലല്ലോ, പിന്നെ അത് എവിടെ പോയതാണെന്ന് വിക്രം ചോദിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് രാധ പറയാം. ശരി, ഇനി അതിലേക്കൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ രാധയാണെങ്കിൽ പേടിച്ച് ഫോൺ എടുത്ത് വിളിക്കുന്നു. ആർക്കെങ്കിലും വിക്രമേട്ടൻ്റെ ഫോൺ കിട്ടി കാണുമായിരിക്കും, വഴിയിലല്ലായിരുന്നു, എന്നാലും നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അത് ഞാൻ വിളിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് നോക്കുക. ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് ഒന്ന് പോവുകയാണേ,
ഉച്ചയ്ക്ക് ചോറ് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് രാധ ഇങ്ങനെ ഇരിക്കുന്നു. നാളെയാണ് ആ ദിവസം എന്ന് വിക്രം രാധയോട് പറയുമ്പോൾ അറിയാം എന്ന് രാധ വിക്രത്തിനോട് പറയാം. ഒരു പക്ഷേ ദൈവത്തിനത് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം വിക്രമേട്ടന് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ രാധ അന്നേരം വിക്രത്തിനോട് പറഞ്ഞു. അവൾ വന്ന് കയറിയതിന് ശേഷം വിക്രമേട്ടന് ദോഷമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ രാധ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ വിക്രം ചിരിച്ചു രാധയുടെ മുന്നിൽ. എന്തിനാ ചിരിക്കുന്നേ? അപ്പോഴും നീ അതിൽ അഡ്വാൻറ്റേജ് കണ്ടെത്തുന്നുണ്ടല്ലോ എന്നോർത്ത് ചിരിച്ചതാണെന്നും 2 വീട്ടുകാരുടെയും സമ്മതത്തോടെ ഞാൻ അവളുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടും എന്നാണോ നീ വിചാരിച്ചത് എന്ന് വിക്രം ചോദിക്കാം. ഇന്നലെ ഒരു അപകടം സംഭവിച്ചില്ലെങ്കിലും ആ വിവാഹം നടക്കില്ല എന്ന് വിക്രം രാധയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതൊക്കെ വിക്രമേട്ടൻ പറയും, പക്ഷേ നടത്തിയെടുക്കാൻ അവൾക്കുള്ള മിടുക്കെ വിക്രമേട്ടൻ അറിയില്ല എന്നും പിന്നെ ആ വിവാഹം നടക്കാതെ പോയതിൽ എനിക്ക് അഡ്വാൻറ്റേജ് എടുക്കേണ്ട യാതൊരു കാര്യമൊന്നും ഇല്ല എന്നൊക്കെ രാധ പറയാം. ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ ഒരിക്കലും വന്ന് കയറരുതെന്ന് വിക്രമേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് രാധ ചോദിച്ചു. എന്നെങ്കിലും ഒരിക്കൽ വിക്രമേട്ടൻ അത് മാറ്റി പറഞ്ഞെങ്കിലോ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഒരപകടത്തിൽപ്പെട്ടിട്ടാണെങ്കിലും വിക്രമേട്ടന് വിവാഹം നടക്കരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. അത്രയെങ്കിലും എൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കിയാൽ മതി വിക്രമേട്ടൻ എന്നൊക്കെ പറഞ്ഞ് രാധ ഭയങ്കര ഡയലോഗ്. റെസ്റ്റ് എടുക്കുക, ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രാധ അങ്ങ് പോയി. വിക്രം അന്നേരം ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാധ ഈ അവസരം ഉപയോഗിക്കുക തന്നെയാണ് വിക്രമേട്ട. ദൈവം എനിക്കായിട്ട് കൊണ്ടുതന്ന ഒരു അവസരമാണിതെന്നും ഇതിൻ്റെ അഡ്വാൻറ്റേജിന് ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടിയായി മാറി ഞാൻ. ഇനിയും അങ്ങനെയാവാനേ എനിക്ക് വയ്യ. നാളെ ആ കല്യാണം മുടങ്ങിയിട്ട് വേണം നിങ്ങളുടെ അമ്മയുടെയും അച്ഛമ്മയുടെയും മുന്നിൽ പോയി എനിക്ക് നിൽക്കാൻ. രാധയെ കരിയില തൂക്കുന്നത് പോലെ അടിച്ച് വെളിയിൽ കളഞ്ഞ് മകനും പേരക്കുട്ടിക്കും പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പോയിട്ട് എന്തായി എന്ന് എനിക്ക് 2 പേരോടും ചോദിക്കണം. ഉത്തരം കിട്ടാതെ നിൽക്കുന്ന അവരുടെ മുഖത്ത് നോക്കി നന്നായി എനിക്ക് ചിരിക്കണം. എന്നിട്ട് വേണം എനിക്ക് പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കാൻ എന്നൊക്കെ രാധ ഇങ്ങനെ ചിന്തിക്കാം. അങ്ങനെ രാധ പരിസരം പോലും മറന്നങ്ങ് പോവുക. ഈ സമയത്ത് നമ്മുടെ വേദ അവിടെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ പരമേശ്വര, എല്ലാം എനിക്ക് അനുകൂലമായി നടക്കാൻ നീ ഒപ്പം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞു വേദ അവിടെ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഏത് നിമിഷവും ഇറങ്ങിപ്പോകാമെന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നും പക്ഷെ ഇപ്പോൾ ഇവിടെയുള്ളവരോടൊപ്പം ഈ ജീവിതം മുഴുവനും കഴിയണമെന്നുള്ളൊരു മോഹം എനിക്ക് തോന്നുകയാണെന്ന കാര്യമൊക്കെ നമ്മുടെ വേദ പറയാം. നേരിട്ട് കാണുമ്പോൾ വഴക്കൊക്കെ അടിക്കുമെങ്കിലും ഉള്ളിൽ എവിടെയോ അങ്ങനെ വിട്ടുകളയേണ്ട ആളല്ല വിക്രം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ആ വിക്രത്തെ എനിക്ക് തന്നെ സ്വന്തമാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം അച്ഛനും അമ്മയും തന്ന വാക്കൊക്കെ പാലിച്ച് നല്ല രീതിയിൽ കല്യാണം നടക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദിനി വരുന്നത്. നന്ദിനി വന്നിട്ട് നിനക്ക് ഏത് നേരം ഇത് തന്നെ ഉള്ളൂ എന്ന് ചോദിച്ചു. എന്ത് ഈ പ്രാർത്ഥിക്കാൻ നേരവും കാലവും ഒക്കെ നോക്കണം നന്ദിയെടുത്തി? അതൊന്നും വേണ്ട, പക്ഷെ സാധാരണ മനുഷ്യരൊക്കെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തിയിട്ടാണ് വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്നതേ. രാവിലെ 10:30 മണിക്കൊക്കെ ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടെൻഷൻ കാണും. അല്ലെങ്കിൽ ഏത് നേരവും നാമം ജപിച്ച് ജീവിക്കുന്ന സന്യാസി ആവണം. നീ എന്തായാലും സന്യാസിയൊന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ കാരണം ടെൻഷൻ തന്നെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓ, എന്തൊരു കുശാകര ബുദ്ധിയോ! ഇത്രയ്ക്കൊക്കെ തലക്കകത്ത് വെച്ചിട്ടാണോ ഒരു തിരുമണ്ടിയെ പോലെ അഭിനയിക്കുന്നത്? തിരുമണ്ടി തിരിച്ച് പറയുന്നില്ലെന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ വേദയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അവിടെയൊന്ന് നിന്നേ, എങ്ങോട്ടേ ഓടുന്നതെന്ന് ചോദിക്കുക. ഭഗവാന്റെ മുന്നിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ ആയല്ലോ. എന്താ കാര്യം? നിലവിളിക്കാനോ? ഞാനോ? ഓ, നിന്റെ ഉള്ളു കിടന്ന് വിറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം, കാണാം. ഓഹോ, എന്നിട്ട് എന്തായി? ഭഗവാൻ നീ പറഞ്ഞൊക്കെ കേട്ടോ? കൈലാസത്തിൽ നിന്ന് വന്ന് നേരിട്ട് വന്ന് സന്ദേശം അയച്ചു ആവോ എന്നൊക്കെ നന്ദിനി കളിയാക്കി ചോദിക്കുമ്പം ഓല്ലോ, അതുകൊണ്ടാണല്ലോ സമാധാനമായിട്ട് തിരിച്ചു പോകുന്നത്. എന്തോന്നാ? അല്ല, ഒരു ടെൻഷനും വേണ്ടെന്നാ ഭഗവാൻ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി ഭയങ്കര ചിരി, കളിയാക്കിക്കൊണ്ടുള്ള ചിരി. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തിനാ നന്ദിനി ചിരിച്ചതെന്ന് ചോദിച്ചു. അല്ല, നിന്റെ അവസ്ഥ ഓർത്ത് പോയി ചിരിച്ചതാണേ. അത് ഇപ്പോഴേ നന്ദിനിയെടുത്തി അങ്ങോട്ട് തീരുമാനിച്ചു എൻ്റെ നാളത്തെ അവസ്ഥയെപ്പറ്റി. എന്ത്? നാളെ നിന്റെ താലി കെട്ട് നടക്കാൻ പോകുന്നില്ല. ആ പരിപാടിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ ഇന്നലെ മുതൽ ഈ വീട്ടിൽ വരാത്തത്. നീ നോക്കിക്കോ, നാളെയും അവൻ വരാൻ പോകുന്നില്ല. അത് ഏട്ടത്തിയാണോ നിശ്ചയിക്കുന്നത് എന്ന് വേദ ചോദിക്കുമ്പം അത് നിശ്ചയിക്കേണ്ടവനെ നിശ്ചയിച്ച് കഴിഞ്ഞെന്നും ഇനി നീയായിട്ട് മുൻകൈ എടുത്ത് അവനെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാലും അവൻ ആ താലിമാല നിന്റെ കഴുത്തിലെങ്കിലും ചാർത്താനൊന്നും പോകുന്നില്ല. ബെറ്റുണ്ടോ? എന്താ സംശയം? ബെറ്റുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ നിന്നെ തള്ളി പറഞ്ഞിരിക്കും. നീ ആയിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് അവൻ ആണായിട്ട് പറയും. നീ നോക്കിക്കോളാൻ പറഞ്ഞു.
എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അപമാനം കൊണ്ട് ചൂളി നിൽക്കും. ഓ കരഞ്ഞുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്കും പോകും. ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ നന്ദിനിയടത്തേക്ക് അത് അച്ഛമ്മയോടും അമ്മയോടൊക്കെ ഒന്ന് പോയി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് അവരോട് പോയി പറയണം? നീയല്ലേ അതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത്? ആയിക്കോട്ടെ, ഞാനത് അനുഭവിച്ചോളാം. പക്ഷേ അത് നന്ദിനിയടുത്ത് വിചാരിക്കുന്നത് പോലെ ആവില്ല എന്ന് മാത്രം. ശരി, നമുക്ക് കാണാം. നാളെ നിങ്ങളുടെ മുന്നിൽ വെച്ച് വിക്രമൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ നന്ദിനിയടുത്ത് എന്ത് ചെയ്യും? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമോ? ചെയ്യും. പക്ഷെ അത് നടന്നില്ലെങ്കിൽ നീ ഈ വീട് വിട്ട് പോകുമോ? നടന്നാൽ നന്ദിനിയടുത്ത് ഈ വീട് വിട്ട് പോകുമോ? നാളെ ഈ താലി ഒരു മാലയിൽ കോർത്ത് പൂജിച്ച് എൻ്റെ കഴുത്തിൽ വീണാൽ നന്ദിനിയടുത്ത് ഈ വീട് വിട്ട് പോകുമോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് പിന്നെ ഞാൻ വിനയേട്ടന് സമ്മതിക്കത്തില്ല. അതാ സമ്മതിച്ചാലും നിങ്ങൾ പോകത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ ഏത പറയുക. ഇവിടുന്ന് കിട്ടാവുന്നത് മുഴുവനും ചോർത്തിയെടുക്കാതെ പോവാനേ നന്ദിനിയടുത്ത് വിനായകൻ ചേട്ടനെ അനുവദിക്കില്ല എന്നുള്ളതാ സത്യം. ദാണ്ടത് വെറുതെ നിങ്ങൾ ചുമ്മാ ചൂണ്ടാൻ നിൽക്കണ്ട കേട്ടോ. വിരളി കൊണ്ട് നിന്ന് നന്ദിനോട് പറയാം, ഈ വിരൾ ഞാൻ പിടിച്ചങ്ങ് ഒടിച്ചു കളയും. എന്താ ഒടിക്കണമെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചത് പരമേശ്വരൻ്റെ മുന്നിലാണ്. കേട്ടിട്ടുണ്ടാകുമല്ലോ, ക്ഷിപ്ര കോപിയ കൈലാസത്തിൽ നിന്ന് നേരിട്ട് മെസ്സേജ് അയച്ചോ എന്ന് കളിയാക്കിയതേ നല്ല ആളെ തന്നെയാ കേട്ടോ. അതിനുള്ളതേ ഭഗവാൻ നേരിട്ട് തന്നെ തന്നോളുവേ എന്നൊക്കെ നമ്മുടെ വേദ പറയുമ്പോൾ അത് ഞാൻ ഭഗവാനും ഒന്നും പറയാം, നിന്നെയാ പറഞ്ഞതെന്ന് നന്ദിനി. അത് പുള്ളിക്കാരൻ എന്തായാലും മനസ്സിലായി കാണുമല്ലോ. കിട്ടിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വേദ പറയാം. തൃക്കണ്ണ് തുറന്നിട്ടുണ്ട് കത്തിച്ച് ചാമ്പലാക്കുമെന്നാണ് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് നമ്മുടെ വേദ അവിടെ നിന്ന് പോയി. നന്ദിനിയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നന്ദിനി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വേദ അവിടെ നിന്ന് കണ്ടിങ്ങനെ ആസ്വദിച്ച് ചിരിക്കുക കേട്ടോ, ഈ പൊട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരവിടെ നിന്ന് വിക്രത്തിനെ പറ്റി പറയുന്നു. പിന്നെ വിക്രത്തിനെ കാണാത്തതിൻ്റെയും പിന്നെ കല്യാണത്തിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനായകൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇതെന്താ നിങ്ങളാരും ഒന്നും പോയില്ലേ, കടയിലൊന്നും പോയില്ലെന്ന് ചോദിച്ചപ്പോൾ വ്യാപാരി വ്യവസായികളുടെ കടമുടക്കാണെന്ന് പറഞ്ഞു. അതിന് വർക്ക്ഷോപ്പ് പണി വ്യാപാരമാണോ എന്ന് വിനായകൻ ചോദിച്ചു. ആ ഭാഗത്തുള്ള കടക്കാർ മുഴുവൻ പണി മുടക്കുമ്പോൾ നമ്മളായിട്ട് തുറന്നിരിക്കുന്നത് മോശമല്ലേന്ന് ചോദിച്ചു. അതൊരു ഐറ്റം കറക്റ്റാണെന്ന് അവർ പറയാം. ആളവിടെ പോയി. വർക്ക്ഷോപ്പിലായാലും ക്ലബിലായാലും അവൻ നിങ്ങളുടെ കൂടെ തന്നെയാണല്ലോ കാണുക. വിക്രമാണോ? വേറെ ആരെ ഞാൻ അന്വേഷിച്ച് വരാനാണെന്ന് വിനായകൻ ചോദിച്ചു. അല്ല, അപ്പം അവൻ വീട്ടിലില്ലേ? ഇല്ലല്ലോ, 2 ദിവസമായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവനോടിയാ? ഞാൻ വിളിച്ചപ്പോൾ വിശ്വേട്ടൻ്റെ മോളെ അങ്ങോട്ട് പുറത്ത് പോവാണെന്നാണല്ലോ പറഞ്ഞത്. അതെ, തിരിച്ചു വരുന്നത് അവർ രണ്ടുപേരും മാത്രമാണ്. അപ്പോൾ വേദയും കുഞ്ഞിനെയും വഴിയിൽ ഇറക്കി വിട്ടിട്ട് അവൻ എങ്ങോട്ടോ പോയി. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീട്ടിലുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയാം. പിന്നെ അവരിരുന്ന് ആലോചന തുടങ്ങി, എന്താ കാര്യം, എവിടെയാ, എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ ഫോണിലേക്ക്, അതായത് വിക്രത്തിൻ്റെ കൂട്ടുകാരുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഫോണും കട്ട് ചെയ്ത് അങ്ങ് പോയി. വിനായകൻ ഇരുന്ന് ആലോചിക്കുക എന്ത് സംഭവം എന്ന്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ നേരെ പോകുന്നത് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് വിക്രത്തെ കാണാതായ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിനോട് പറയാം. അങ്ങനെ അവർ ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.